ഇമേജ് പ്രോസസ്സിംഗ് സിമിലർലി കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഈ ഒരു വലിയൊരു മെട്രിക്സിനെ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യാം. അപ്പം ഈ ഒരു വലിയ മെട്രിക്സ് സച്ചായിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും അതിനെ കുഞ്ഞു യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് വരും. ഞാനിത് എന്താ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതുകയാണ് 1 1. സോ ഞാൻ ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 6 റോയ്സും 6 കോളവും ഉള്ള ഒരു കംപ്ലീറ്റ് 1 വരുന്ന ഒരു മെട്രിക്സ് ആണ്. ഞാനിത് ഈ കൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. സോ ഈ തന്നിരിക്കുന്ന 6x6 മെട്രിക്സിനെ, അതായത് 6x6 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 36 എലമെന്റ്സ് ഉണ്ട്. 6 റോയും 6 കോളവും കൂടെ ചേർന്ന് 36 എലമെന്റ്സ് ഉണ്ട്. ഞാൻ ഈ മെട്രിക്സ് സച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 36 എലമെന്റ്സ് ആണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ 36 എലമെന്റ്സ് വരുന്ന ഈ മെട്രിക്സിന് പകരം ഞാൻ ഇതിനെ കറസ്പോണ്ടിംഗ്ലി 2 മെട്രിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു കോളം മെട്രിക്സും റോ മെട്രിക്സും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിനെ ഞാൻ ഈ ഫോമിൽ മാർക്ക് ചെയ്യാണ്. കറസ്പോണ്ടിങ് കോളം മെട്രിക്സ് ഒന്ന്, സിമിലർലി നെക്സ്റ്റ് ഇതിന്റെ റോ മെട്രിക്സുമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ രീതിയിൽ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി വേണ്ടി വരുന്ന എലമെന്റ്സ്, ഇവിടെ ഒരു 6 എലമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 6 എലമെന്റ്സ് ഉണ്ടായിരുന്നു. സോ ടോട്ടൽ നമുക്ക് വേണ്ടി വരുന്ന എലമെന്റ്സ് 12 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ സച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 36 എലമെന്റ്സ് വേണം. അപ്പൊ അതിന് പകരം വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് 12 എലമെന്റ്സിന്റെ രീതിയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു വലിയ നമ്പറിലേക്ക് വരുമ്പോൾ, ഒരു പിക്ചറിലേക്ക് വരുമ്പം 10,000 ലാക്സോളം എലമെന്റ്സ് കാണും. അപ്പൊ അതിനെ എല്ലാത്തിനും നമുക്ക് ഇതേ കണക്ക് തന്നെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഞാൻ ഒരു n നമ്പേഴ്സ് വരുന്ന ഒരു ഇമേജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ നേരത്തെ നമ്മൾ ആദ്യത്തെ അസംഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ n² നമ്പേഴ്സ് വേണ്ടിയിരുന്നു. ആ എക്സാമ്പിളിൽ 36 ആയിരുന്നു ടോട്ടൽ ട്രാൻസ്മിറ്റ് ചെയ്ത എലമെന്റ്സ്. അത് നമ്മൾ ജസ്റ്റ് 6 × 6 + 6 12 എലമെന്റ്സിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഈ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 4n നമ്പേഴ്സ് മതിയാവും. 4n കറസ്പോണ്ട് ചെയ്ത് വരുന്നത് 4 വെക്ടേഴ്സിനെയാണ്. ഈ 4 വെക്ടേഴ്സിനെയാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത് u1 v1 u2 ആൻഡ് v2. സോ ഈ രീതിയിലുള്ള 4 വെക്ടറിന്റെ ഫോമിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി തിയറി വെച്ചിട്ട് ഈ 4 വെക്ടേഴ്സിനും സം സ്പെഷ്യൽ ഫീച്ചേഴ്സ് വേണം. ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് u1 ആൻഡ് u2 എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയിട്ട്, റൈറ്റ്? u1 ആൻഡ് u2 ഓർത്തോഗണൽ ആയിട്ടും കൂടെ വരുന്നുണ്ടെങ്കിൽ, സിമിലർലി v1 ആൻഡ് v2 അത് രണ്ടും കൂടെ ഓർത്തോഗണൽ ആവണം, റൈറ്റ്? അപ്പൊ ഈ രീതിയിൽ ഓർത്തോഗണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷനിൽ വീണ്ടും അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയും. ഏറ്റവും ബെസ്റ്റ് കംപ്രഷനിലേക്ക് വരുന്ന ഒന്നിലേക്ക് മാറ്റാൻ പറ്റും ഇഫ് u1 ആൻഡ് u2 സിമിലർലി v1 ആൻഡ് v2 ആർ ഓർത്തോഗണൽ. ഓർത്തോഗണൽ കൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്തവരെ ഓർത്തിരിക്കുക. ഓർത്തോഗണൽ എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് ഇക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് വരുന്നതാണ് ഓർത്തോഗണൽ എന്ന് പറയുന്നത്. A ട്രാൻസ്പോസ് ഇക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഇതുവഴി നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 4 വെക്ടേഴ്സ് എന്ന് പറയുന്നത് u1 u2 ഓർത്തോഗണൽ ആകുമ്പോൾ u1 അറിയാമെന്നുണ്ടെങ്കിൽ u2 നമുക്ക് അറിയാൻ പറ്റും, റൈറ്റ്? സിമിലർലി v1 v2 ഒരു എലമെന്റ് അറിഞ്ഞാൽ മതി, v1 v2 ഏതെങ്കിലും ഒരു എലമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വെക്ടറും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ടോട്ടൽ 36 എന്നുള്ളത് 4 വെക്ടേഴ്സിലേക്ക് മാറ്റാൻ പറ്റി. ആ 4 വെക്ടേഴ്സ് തന്നെ ഓർത്തോഗണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിംഗ്ലി വീണ്ടും നമുക്ക് അതിനെ ഹാഫ് ആയിട്ടും കൂടെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ കംപ്രഷൻ ടെക്നിക്ക് പറയുന്നത്. സോ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എയ്ഗൺ വാല്യൂസ്, എയ്ഗൺ വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിനുവേണ്ടി സം ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് സിഗ്നിഫിക്കൻസ് വരുന്ന കുറച്ച് കാര്യങ്ങൾ വഴി അതിലോട്ട് തിരിച്ച് ഈ പറയുന്ന SVD സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനിലേക്ക് എത്താം. ഞാൻ ഇവിടെ ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. ഈ ഷേപ്പിനെ ഒരു പർട്ടിക്കുലർ മെട്രിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി ആ ഷേപ്പിന് ഒരു ഓൾട്രേഷൻ വന്നു. ആക്ച്വലി ഇവിടെ നടന്നിരിക്കുന്നത് ആ ഷേപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനെ നമ്മൾ നോക്കുമ്പോൾ ഷേപ്പിനകത്ത് ധാരാളം പോയിന്റ്സ് ഉണ്ട്, ഇൻഫിനിറ്റോളം പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ധാരാളം കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആക്ച്വലി പോയിന്റ്സ് അല്ല, അത് ബേസിക്കലി വെക്ടേഴ്സ് ആണ്, റൈറ്റ്? ഇപ്പൊ ഈ ഫിഗർ നേരത്തെ കണ്ട റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഫിഗറിനകത്ത് ധാരാളം വെക്ടേഴ്സ് ഉണ്ടെന്നാണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കിലേക്ക് എത്തുന്നത്. ഇപ്പം ഇത് ഈ ഒരു വെക്ടറിനെ പർട്ടിക്കുലർ രീതിയിൽ മോഡിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ കറസ്പോണ്ടിങ് ഷേപ്പ്. ഇത് സ്കെയിലിംഗ് ആണ്. നമ്മൾ ഇമേജ് തന്നെ നോക്കുക. ഇമേജിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സ്കെയിലിംഗ്. അപ്പോൾ ഒരു
ഈ ഒറിജിനൽ ഇമേജിന് ഒരു കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഹെൽപ്പോട് കൂടി അതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്കത് സ്കെയിലിംഗ് നടക്കും. ഇവിടെ അത് വലുതായിട്ട് പോകും. സിമിലർലി നെക്സ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന അടുത്ത ട്രാൻസ്ഫോർമേഷൻ ആണ് ഷിയറിംഗ്. ഷിയറിംഗിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് നമ്മളത് ഡ്രാഗ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഷിയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത മെട്രിക്സും തന്നിട്ടുണ്ട് 1M01. സിമിലർലി സ്കെയിലിംഗിന് യൂസ് ചെയ്തത് Sx00S/U ആണ്. ഇനി ഇവിടെയും സ്കെയിലിംഗ് നടന്നപ്പോൾ ആ വെക്ടർ നോക്കുക, വലുതായപ്പോൾ എല്ലാം അതിന്റെ ചെറുതായിട്ടിരുന്ന വെക്ടേഴ്സ് എല്ലാം തന്നെയും സഡൻലി വലുതായിട്ട് വരുന്നത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇത് വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നപ്പം ഇതിൽ പ്രത്യേകം നോക്കേണ്ടത് ഈ കാണിച്ചിരിക്കുന്നത് റെഡും ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളറുമാണ്. ഈ റെഡ് ആൻഡ് ബ്ലൂ കളറിന് ആ വെക്ടറിന് വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. ബട്ട് ബാലൻസ് ഉണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്ന ബാലൻസ് ഉള്ള വെക്ടേഴ്സിന് മോഡിഫിക്കേഷൻസ് വന്നു. ബട്ട് ഈ റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സിന് മോഡിഫിക്കേഷൻസ് വന്നിട്ടില്ല. ആക്ച്വലി ആ വെക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ വെക്ടറിന് പാരലായിട്ടാണ് ഇരുന്നത്. റൈറ്റ്, റിപ്പീറ്റ്, ഈ ബ്ലൂ ആൻഡ് റെഡ് കളറിൽ ഇരുന്ന വെക്ടേഴ്സ് ഒഴിച്ച് ബാലൻസ് ഉള്ള വെക്ടേഴ്സിനൊക്കെ ഈ ട്രാൻസ്ഫോർമേഷനിൽ മോഡിഫിക്കേഷൻ വരികയും ബ്ലൂ ആൻഡ് റെഡ് കളറിന് അധികം മോഡിഫിക്കേഷൻ വന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വെക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ വെക്ടേഴ്സിന് പാരലായിട്ടാണ് ഇരുന്നത്. ഇതാണ് പിന്നീട് ഈഗൻ വെക്ടറിന്റെ കൺസെപ്റ്റിലേക്കും പോകും. ഇനി നെക്സ്റ്റ് അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഈ കാണിച്ചിരിക്കുന്ന ഷിയറിംഗ് ആണ്. എഗെയിൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പം റെഡ് കളർ, ഇവിടെ ഇനിഷ്യലി ഉള്ള റെഡ് കളർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് കളറിന് അധികം വേരിയേഷൻ വന്നില്ല. ബട്ട് ബാലൻസ് ഉള്ള ഗ്രീൻ കളേഴ്സിനൊക്കെ തന്നെയും വലിയൊരു വേരിയേഷൻ വന്നു. അപ്പം ഈ റെഡ് കളർ എന്ന് പറയുന്നത് ഇരുന്നത് 10 എന്ന് പറയുന്ന വെക്ടറിന് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് പോകുന്നതിന് പാരലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ആ 10 എന്ന് പറയുന്ന ഇതിന് പാരലായിട്ട് ഇരുന്നതിന് ഈ കറസ്പോണ്ടിങ് വെക്ടറിന് ആ ഷേപ്പ് പ്രിസർവ് ചെയ്യാൻ കഴിയും. സോ ഇനി നമുക്ക് കോമൺലി അറിയാവുന്ന ഒരു ഫിഗറിൽ ഈ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ് കളറും ബ്ലൂ കളറും നോക്കുക. ഇതിൽ ബ്ലൂ കളറിന്റെ ഡയറക്ഷന് ചേഞ്ച് ഒന്നും തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ വഴി നടത്തിയിട്ടും വന്നില്ല. ബട്ട് റെഡ് കളറിന്റെ ട്രാൻസ്ഫോർമേഷൻ റെഡ് കളർ ചേഞ്ച് ആകുന്നതും കാണിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ കറസ്പോണ്ടിങ് ബ്ലൂ കളർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈഗൻ വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. റൈറ്റ്, സിമിലർലി ഇതിന്റെ ഈഗൻ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 1 ആയിട്ടും വരുന്നത്, യൂണിറ്റ് ലെന്ത് ആയിട്ടും കാണിക്കും. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റെഡ് കളറിലുള്ള വെക്ടർ ഈഗൻ വെക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് വലിയ ചേഞ്ച് വന്നില്ല. ബട്ട് ബ്ലൂ കളറിന് ആ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് വന്നു. അപ്പൊ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈഗൻ വെക്ടേഴ്സിൽ പാരലി നമ്മൾ എടുക്കുമ്പോൾ ഈഗൻ വെക്ടേഴ്സിന് പാരലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും ആ വെക്ടറിന് പാരലി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാതെ പോകും എന്നുള്ള കാര്യമാണ് ഈഗൻ വെക്ടേഴ്സിനകത്ത് വന്നു പോകുന്നത്. സോ ഇപ്പൊ നമ്മൾ ഈ ഈഗൻ വെക്ടേഴ്സിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. റൈറ്റ്, അപ്പൊ ഇനി ഈ പറയുന്ന ഓർത്തോഗണാലിറ്റിയും കൂടെ ഈഗൻ വെക്ടേഴ്സിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് നെക്സ്റ്റ് ശ്രമിക്കുന്നത്. ഈഗൻ വെക്ടേഴ്സ് പലപ്പോഴും ഡയറക്ട്ലി ഓർത്തോഗണൽ ആവത്തില്ല. അപ്പം ഓർത്തോഗണാലിറ്റി നമുക്ക് അതിന് കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരുത്താൻ വേണ്ടി നമ്മൾ ഈഗൻ വെക്ടേഴ്സ് യു എന്ന് പറയുന്ന ഈഗൻ വെക്ടർ എ ട്രാൻസ്പോസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാം. സിമിലർലി അടുത്ത ഈഗൻ വെക്ടർ ബി എന്ന് പറയുന്നതിനെ ഈഗൻ വെക്ടർ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനും ഈ പറയുന്ന എ ട്രാൻസ്പോസ് എ ആയിട്ട് എടുക്കുക. അപ്പൊ ആ ഫോമിൽ എടുക്കുന്നത് വഴി നമ്മൾ എടുത്തിരിക്കുന്ന വെക്ടർ ഈഗൻ വെക്ടറും ആണ്. സിമിലർലി അത് ഓർത്തോഗണൽ ആയിട്ടുള്ള വഴി. അതായത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന വെക്ടർ U1 U2 V1 V2 ഓർത്തോഗണൽ ആകുമെന്ന് പറയുമ്പോൾ U1 കറസ്പോണ്ടിംഗ്ലി U1 U2 ഏതെങ്കിലും ഒരെണ്ണം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതിൽ യുവിനെ ഞാൻ എടുക്കുന്നത് ഈഗൻ വെക്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് അതിനെ ഞാൻ ആ തന്നിരിക്കുന്ന മെട്രിക്സ് എയിൽ നിന്ന് എ ട്രാൻസ്പോസ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, സിമിലർലി ബിനെയും ഞാൻ ഇതേ കണക്ക് തന്നെ ഈ രണ്ട് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് അതിനെ എ ട്രാൻസ്പോസ് എ ആയിട്ടും റിലേറ്റ് ചെയ്യുകയാണ്. സോ ഞാനിപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ എഴുതുമ്പോൾ എ ഈക്വൽ ടു സിഗ്മ യു വി, റൈറ്റ്, സിഗ്മ യു വി ട്രാൻസ്പോസിന്റെ ഫോമിലാണ് അത് സെൻഡ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പൊ അതിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിംഗ്ലി എ ഈക്വൽ ടു സിഗ്മ 1 U1 V1 ട്രാൻസ്പോസ് പ്ലസ് സിമിലർലി സിഗ്മ 2 U2 V2 ട്രാൻസ്പോസ്. ഇത് റാങ്ക് 2 ഉള്ള ഒരു മെട്രിക്സ് ആണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോമിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതില് സിഗ്മ എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി സിംഗുലർ വാല്യൂസ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് സിംഗുലർ വാല്യൂസ് ആണ്.
അതിന് എനിക്ക് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത യുവിനെ നമുക്ക് ലെഫ്റ്റ് സിംഗുലർ വെക്ടേഴ്സ് ആയിട്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സിംഗുലർ വെക്ടേഴ്സ്. സിമിലർലി വിനെ കറസ്പോണ്ടിംഗ്ലി റൈറ്റ് സിംഗുലർ വെക്ടേഴ്സ് ആയിട്ടും ഡിനോട്ട് ചെയ്യാം. ഈ ലെഫ്റ്റ് സിംഗുലർ വെക്ടർ തന്നെയാണ് നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എ ട്രാൻസ്പോസ് ആയിട്ടും, സിമിലർലി റൈറ്റ് സിംഗുലർ മെട്രിക്സ് തന്നെയാണ് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എ ട്രാൻസ്പോസ് എ ആയിട്ടും വരുന്നത്. സോ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സ്, റാങ്ക് 2 ഉള്ള എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഫോമിലായിരിക്കും. U1 U2 ഇൻറ്റു σ1 σ2. σ1ഉം σ2ഉം സിംഗുലർ വാല്യൂസ് ആണ്, ഇൻറ്റു V1 ട്രാൻസ്പോസ് V2 ട്രാൻസ്പോസ്. അപ്പം ഈ രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ. ഈ യു ആണ് നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സിംഗുലർ വെക്ടറും, സിമിലർലി വി എന്ന് പറയുന്നതാണ് റൈറ്റ് സിംഗുലർ വെക്ടർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്. സിമിലർലി σ1 σ2 ആണ് സിംഗുലർ വെക്ടേഴ്സ്. അതായത് ബേസിക്കലി സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ വഴി നമ്മൾ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യു സിഗ്മ വി, ഈ 3 വെക്ടേഴ്സ് ആണ് നമ്മൾ സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണക്കൊരു നേരത്തെ കണ്ട എക്സാമ്പിൾ കണക്ക് ഒരു ലാർജ് മെട്രിക്സിന് പകരം പലപ്പോഴും ഇതേ കണക്കുള്ള ഡീകമ്പോസ് ചെയ്തിരിക്കുന്ന ചെറിയ എലമെന്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതിയാവും. ഈ ഡീകമ്പോസ് ചെയ്തിരിക്കുന്ന വെക്ടേഴ്സിന് നേരത്തെ മെൻഷൻ ചെയ്ത കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏഗൺ വെക്ടേഴ്സ് ആണ്, സിമിലർലി ഓർത്തോഗണാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ആ അഡ്വാൻറ്റേജസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറസ്പോണ്ടിംഗ്ലി ഈ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വഴി അതിനെ ഡീകമ്പോസ് ചെയ്യും. സിമിലർലി ഈ ഡീകമ്പോസ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ആസ് എ കംപ്ലീറ്റ് ബൾക്ക് ആയിട്ടുള്ള ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. സൈലാബില് ഒരു മെട്രിക്സ് എയുടെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി SVD എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ SVD എ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ കറസ്പോണ്ടിംഗ്ലി നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സിംഗുലർ വെക്ടർ യു, സിമിലർലി സിംഗുലർ വെക്ടർ, സിമിലർലി റൈറ്റ് സിംഗുലർ വെക്ടർ വി ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. സിമിലർലി അതിനോടൊപ്പം ഞാൻ ആർ എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എയുടെ റാങ്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ മെൻഷൻ ചെയ്ത USDക്ക് പുറമെ ആറും കൂടെ നമുക്ക് ഈ പറയുന്ന SVD എ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതിൽ അടുത്ത എക്സ്പെരിമെന്റിൽ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ പറഞ്ഞിരുന്നത് റാങ്ക് ആണ്. ഞാൻ ഈ രീതിയിലാണ് റാങ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് ഇവാലുവേഷൻ ചെയ്തിരിക്കുന്നത് ഈ അടുത്ത 2 ടോപ്പിക്കും സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനെ റിലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒറ്റ ഫംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് റാങ്കും സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനും ഒബ്റ്റെയിൻ ചെയ്യാം.